കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കൂടി പോകണം ഈ സമയത്തെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹമാണ് ഇതിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ വളരെ കാസർഗോഡ് ജില്ലാ പാർട്ടി ആ സംഭവം നടന്നത് മുതൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കൊലപാതകത്തിലോ അല്ലെങ്കിൽ ഗൂഢാലോചനയിലോ ഒരു പങ്കുമില്ല എന്ന് സുവ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് കൂടുതൽ തെളിഞ്ഞു വരികയാണിപ്പോൾ. CBI തന്നെ പറഞ്ഞെന്താ ചോദിച്ചാൽ, ഇവരെ ശിക്ഷിക്കുന്ന ആ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞത് കൊലപാതകത്തിൽ ഇവർക്ക് പങ്കില്ല, അതുപോലെ ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇവർക്ക് സ്റ്റേയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടി എന്താണോ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരുന്നത് അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നിയമപരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു? ഒരു സ്വീകരണ പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ നേതാക്കളാണ് അവർ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ നിലയിൽ തന്നെ ഞങ്ങളെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അടുത്തല്ലോ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും MP ജയരാജനും ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിക്കുകയായിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുകയും യാഥാർത്ഥ്യം കോടതി മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ് പറഞ്ഞു. എന്തായാലും ഈ വിധി ആശ്വാസകരമായ ഒരു കോടതി എല്ലാം പരിശോധിച്ച് അനുകൂലമായിട്ടുള്ള ഞങ്ങളെ ഇത് പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ സന്തോഷമാണ്. കോടതിയിൽ വിശ്വസിക്കുന്നു. ആ കോടതി പരിഗണിക്കും ഞങ്ങൾ നീതിന്യായ വ്യവസ്ഥ. ബാക്കിയൊന്നും നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ്. നിയമപരമായി എന്തായാലും പോകുമല്ലോ. എന്തായാലും പാർട്ടി പ്രവർത്തകരോട് എന്താ പറയുക? പാർട്ടി പ്രവർത്തകരാണ് പിന്തുണന്നത്. അവർ ഞങ്ങളെ കൂടെ ഉണ്ട്, ഞങ്ങൾ അവരെ കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഒരാൾ കൂടി അദ്ദേഹത്തിൻ്റെ കൂടി പ്രതികരണം എടുക്കാൻ തോന്നുന്നു. കാരണം 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നിമിഷം, 10 മിനിറ്റ് എങ്ങനെ പ്രതികരിക്കും? CBI കെട്ടിച്ചമച്ച കള്ളച്ചമ കഥയാണെന്ന് ബോധ്യപ്പെട്ടുമല്ലോ. ഒരു 225-ൻ്റെ പേരിലാണ് ഞങ്ങളൊക്കെ ഇത്രയും വലിയ ശിക്ഷ CBI കോടതി വിധിച്ചത്. ഹൈക്കോടതി അത് ശരിവെക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പാർട്ടി അണികളുമൊപ്പം ഉണ്ടായിരുന്നു 100%. പാർട്ടിയാണ് ഇതിന് പിന്നിൽ. പാർട്ടിയിൽ നമുക്ക് വന്ന് പോകാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാവരുടെയും പ്രതികരണം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 പേരുടെയും പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ എടുത്തിരിക്കുന്നു. എല്ലാവരും പാർട്ടിക്ക് നന്ദി പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ വലിയൊരു നിയമ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് എത്തുന്നത് എന്നത് CPM-നെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. CPM-ന്റെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും വിവിധ നേതാക്കളെല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. CPM-നെ കണ്ണൂരിലെ ആണെങ്കിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജനും ഒപ്പം സംസ്ഥാന സമിതി അംഗം P ജയരാജനും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടേക്ക് പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കാസർഗോഡ് നിന്ന് പക്ഷേ എന്തായാലും അധികം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം. കാരണം അധികം പ്രവർത്തകരോട് ഇവിടേക്ക് വരേണ്ടതില്ല എന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. വലിയ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തി. കാരണം ഇതൊരു താൽക്കാലികമായ ഒരു മരവിപ്പിക്കൽ മാത്രമാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം എല്ലാവരും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മടങ്ങുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇനി ഇതിൻ്റെ ഒരു അന്തിമമായ വിധി എന്ന് ഇതിന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ കേസിൽ ഈ ശിക്ഷാവിധി തൽക്കാലത്തേക്ക് കോടതി മരവിപ്പിക്കുന്ന നടപടി മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിലെ വാദം കേൾക്കേണ്ടതുണ്ട്. ഇതിലൊരു അന്തിമ വിധി അടക്കമുള്ളവ വരും ദിവസങ്ങളിൽ മാത്രമാണ് വരേണ്ടത്. അതുകൊണ്ട് കൂടുതൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളിലേക്കോ വലിയ സ്വീകരണങ്ങളിലേക്കോ ഒന്നും പോവേണ്ടതില്ല എന്നൊരു തീരുമാനം CPM നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ജയിൽ മോചിതരായ 4 പേരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അവർ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. അവർ മടങ്ങുകയാണ് ജയിലിൻ്റെ പരിസരത്ത് നിന്ന്. നേതാക്കളടക്കമുള്ള ആളുകളും ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 പേരും ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പാണ് 4 പേരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ വാസത്തിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് CPM-നെ സംബന്ധിച്ച് വലിയ രസകരമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരും പുറത്തിറങ്ങുന്നു. അവരുടെ വളരെ അടുത്ത പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും നേതാക്കളും മാത്രമാണ് ഇവരെ സ്വീകരിക്കാനായി ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ വലിയ സ്വീകരണം സംഘടിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരുന്നു. പക്ഷേ അത് ശരി സുനിൽ, എന്തായാലും പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധിയിൽ സ്റ്റേ കിട്ടിയ 4 CPM നേതാക്കളാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ